റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ റേഷ്യോ അനാലിസിസിൻ്റെ പാർട്ടിൽ തന്നെ വരുന്ന കുറച്ച് റേഷ്യോസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്നത് ടോട്ടൽ സെയിൽസ് 5,20,000 ആണ്, സെയിൽസ് റിട്ടേൺ 20,000 ആണ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 4 lakh ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ കട്ടായതാണ്. കാൽക്കുലേറ്റ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 2022 8ാമത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണ്. നെറ്റ് സെയിൽസ് കാണാൻ സെയിൽസിന് റിട്ടേൺ കുറച്ചാൽ മതി. അതായത് 5,20,000 നിന്നും 20,000 കുറച്ച് കഴിഞ്ഞാൽ 5 lakh എന്ന് നെറ്റ് സെയിൽസ് കിട്ടും. ഇനി ഗ്രോസ് പ്രോഫിറ്റ് കാണാനോ? ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നെറ്റ് സെയിൽസിന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അതായത് 5 lakh നിന്ന് 4 lakh മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 1 lakh എന്ന് കിട്ടും ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ 1 lakh ഡിവൈഡ് ബൈ 5 lakh ഇൻറ്റു 100 20% എന്ന് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനും ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നെയാണ് പറയുന്നത്. 2020 25ാമത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 2,58,000 ആണ്, സെയിൽസ് 3,60,000 ആണ്, സെയിൽസ് റിട്ടേൺ 60,000 ആണ്. അപ്പോൾ റേഷ്യോ ഇക്വേഷൻ എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആയിരുന്നു. ഗ്രോസ് പ്രോഫിറ്റ് കാണാൻ നെറ്റ് സെയിൽസിന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറക്കണം. നെറ്റ് സെയിൽസ് കാണാൻ സെയിൽസിൽ നിന്ന് റിട്ടേൺ മൈനസ് ചെയ്യണം. അപ്പോൾ 3,60,000 60,000 കുറക്കുന്നു. അപ്പോൾ 3 lakh എന്ന് നമുക്ക് കിട്ടും. ഗ്രോസ് പ്രോഫിറ്റ് കാണാൻ എന്ത് ചെയ്യണം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നെറ്റ് സെയിൽസ് കുറക്കണം. 3 lakh മൈനസ് 2,58,000 അപ്പോൾ 42,000 എന്ന് കിട്ടും. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ 42,000 ഡിവൈഡ് ബൈ 3 lakh ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 14% എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ദി ഫോളോയിങ് ഡീറ്റെയിൽസ് അസർട്ടൈൻ ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് കാൽക്കുലേറ്റ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്നുള്ളതാണ് പറഞ്ഞത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ 5 lakh, റവന്യൂ ഫ്രം ഓപ്പറേഷൻ റിട്ടേൺ 50,000, പർച്ചേസ് 3 lakh, പർച്ചേസ് റിട്ടേൺ 75,000, ഓപ്പണിംഗ് ഇൻവെൻട്രി 1 lakh, ക്ലോസിംഗ് ഇൻവെൻട്രി 32,500. ഇത്രയുമാണ് തന്നത്. ഇപ്പോൾ ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നെറ്റ് സെയിൽസിന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചാൽ കിട്ടുന്നതാണ്. നെറ്റ് സെയിൽസ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നതാണ്. നെറ്റ് സെയിൽസ് 5 lakh മൈനസ് റിട്ടേൺ 350,000 ആണ്. അപ്പോൾ 4,50,000 എന്ന് കിട്ടും. നെറ്റ് പർച്ചേസ് എന്ന് പറയുന്നത് റിട്ടേൺ കുറച്ചാൽ കിട്ടുന്നതാണ്. 3 lakh നിന്ന് 75,000 കുറക്കണം. അപ്പോൾ 2,25,000 എന്ന് കിട്ടും. നെക്സ്റ്റ് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അതായത് 1 lakh പ്ലസ് 2,25,000 മൈനസ് 32,500 2,92,500 എന്ന് കിട്ടും. അതായത് ഇവിടെ ഡയറക്റ്റ് എക്സ്പെൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഇക്വേഷനിൽ അത് കാണിക്കാത്തത്. നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കാണാം. ഗ്രോസ് പ്രോഫിറ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറക്കണം. അപ്പോൾ 1,57,500 എന്ന് കിട്ടും. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണ്. അതായത് 1,57,500 ഡിവൈഡ് ബൈ 4,50,000 ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 35 നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി റേഷ്യോ അനാലിസിസിൽ വരുന്ന വേറൊരു പാർട്ടാണ് നോക്കുന്നത്. കാൽക്കുലേറ്റ് EPS എന്നുള്ളത്, ഏർണിംഗ് പെർ ഷെയർ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 10 ഈച്ച് 9 lakh എന്ന് തന്നിട്ടുണ്ട്. റേറ്റ് ഓഫ് ടാക്സ് 50% നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 1,80,000. അപ്പോൾ ഇവിടെ EPS കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ്. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ് നമുക്ക് തന്നത് 1,80,000. അപ്പോൾ ആഫ്റ്റർ ടാക്സ് ആക്കി മാറ്റണം അതിനാ. അതായത് 1,80,000 നിന്ന് 50% കുറച്ചാൽ കിട്ടുന്നതാണ്. 1,80,000 മൈനസ് 1,80,000യുടെ 50% 90,000. അപ്പോൾ നമുക്ക് 90,000 എന്ന് കിട്ടും നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ദ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ എത്രയാണ്? 9 lakh ഡിവൈഡ് ബൈ 10 ആണ്. 10 ഈച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 9 lakh ഡിവൈഡ് ബൈ 10 90,000 എന്ന് കിട്ടും. അപ്പോൾ ഏർണിംഗ് പെർ ഷെയർ നെറ്റ് പ്രോഫിറ്റ് 90,000 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയറും 90,000. അപ്പോൾ നമുക്ക് ഏർണിംഗ് പെർ ഷെയർ എത്ര കിട്ടും? 1 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇനി 2023 ചോദിച്ച 18ാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. കമ്പ്യൂട്ട് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഫ്രം ദി ഫോളോയിങ്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നതും ROI എന്ന് പറയുന്നതും സെയിം ആണ്. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് 2,75,000,
നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 2,20,000, ക്യാപിറ്റൽ എംപ്ലോയിഡ് 11 lakh എന്നുള്ള രൂപത്തിലാണ് തന്നത്. പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100 ആണ് ROI കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എത്രയാണ്? പ്രോഫിറ്റ് 2,75,000 ആണ്. അതേപോലെ തന്നെ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് 11 lakh ആണ്. ഇൻറ്റു 100 ദറ്റ് ഈസ് ഈക്വൽ ടു 25% നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, ഡയറക്ട്ലി കാണാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ 2020 ചോദിച്ചാണ്. ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 1 lakh, പ്രിഫറൻസ് ഷെയർ 25,000, റിസർവ് ആൻഡ് സർപ്ലസ് 30,000, ലോങ് ടേം ലോൺ 25,000, 6% ഡിവെഞ്ചേഴ്സ് 25,000. ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? ഫിക്സ്ഡ് ഇൻകം ബിയറിംഗ് ഫണ്ട് ഡിവൈഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആണ്. ഫിക്സ്ഡ് ഇൻകം ബിയറിംഗ് ഫണ്ടിൽ വരുന്നതാണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഡിവെഞ്ചർ, ലോങ് ടേം ലോൺ. ദെൻ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയറും റിസർവ് ആൻഡ് സർപ്ലസും കൂട്ടിയാൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫിക്സ്ഡ് ഇൻകം ബിയറിംഗ് ഫണ്ടിൽ പ്രിഫറൻസ് ഷെയർ 25,000, ഡിവെഞ്ചേഴ്സ് 25,000, ദെൻ ലോങ് ടേം ലോൺ 25,000, ഇക്വിറ്റി ഷെയർ 1 lakh, റിസർവ് 30,000. അതായത് 75,000 ഡിവൈഡ് ബൈ 1,30,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.57:1 എന്ന് നമുക്ക് ആൻസർ കിട്ടും ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കാൽക്കുലേറ്റ് സോൾവൻസി റേഷ്യോ ആണ്. സോൾവൻസി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അതായത് ഇവിടെ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? സോൾവൻസി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഡിബെഞ്ചേഴ്സ് തന്നിട്ടുണ്ട് 4 lakh, ലോങ് ടേം ലോൺ ഫ്രം ICICI 6 lakh, കറണ്ട് ലാബിലിറ്റീസ് 5 lakh, നോൺ കറണ്ട് അസറ്റ് 3 lakh, കറണ്ട് അസറ്റ് 15 lakh. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സോൾവൻസി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? ടോട്ടൽ അസറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ഡെപ്റ്റ് ആണ്. ടോട്ടൽ അസറ്റ് എന്ന് പറഞ്ഞാൽ നോൺ കറണ്ട് അസറ്റും കറണ്ട് അസറ്റും കൂട്ടുന്നു. അതായത് ഇവിടെ എത്രയാണ്? 30 lakh പ്ലസ് 15 lakh, അതായത് 45 lakh എന്ന് കിട്ടും. ഇനി ടോട്ടൽ ഡെപ്റ്റ് എന്ന് പറയുന്നത് മൊത്തം ലാബിലിറ്റി, കറണ്ട് ലാബിലിറ്റിയും ലോങ് ടേം ലാബിലിറ്റിയും, അപ്പോൾ നമുക്ക് 15 lakh എന്ന് കിട്ടും. അതായത് 4 lakh ഡിബെഞ്ചേഴ്സ്, അതായത് ലോണ്, അതേപോലെ ലോണ് 6 lakh, കറണ്ട് ലാബിലിറ്റി 5 lakh, അപ്പോൾ 15 lakh എന്ന് കിട്ടും. സോൾവൻസി റേഷ്യോ എങ്ങനെ വരും? 45 lakh ഡിവൈഡ് ബൈ 15 lakh ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്ന പാർട്ടിൽ പാരഗ്രാഫ് ലെവലും അതേപോലെ തന്നെ ഷോർട്ട് ആൻസർ ആയിട്ടും ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനെയും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. എല്ലാ ക്വസ്റ്റ്യൻസും ആ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എല്ലാ ക്ലാസ്സുകളും വാച്ച് ചെയ്യുക. ഇനി ഈ റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്ന പാർട്ടിൽ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്